ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ചെറിയ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിനി ബുക്സ് ഉണ്ടാക്കിയത്. അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. മൈ നെയിം ഇസ് എംബൽ. ഞാൻ എംബലാക്കിയ ക്യാമറാമാൻ്റെ പേരാണ് റഹീഖാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡേ മൈ ലൈഫ് പറയും. ഇപ്പോൾ ഏകദേശം ഒരു മാതിരിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിസ്കരിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും ഞാനിത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് പറഞ്ഞത് സംഭവം. ഇത് കുറേ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് 1x ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പെൻസിലിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. കാലിയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയത്. ഇത് പെൻസിലിൻ്റെ ഷാർപ്പ് ഇതാ ഞാൻ കാണിച്ചത്. ഷാർപ്പ് പൊട്ടിപ്പോയി. ഇതിവിടെ ക്ലിയർ ഉണ്ടാവില്ല. ഷാർപ്പ് പൊട്ടിപ്പോയി. കളർ പെൻസിൽസാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ബുക്സ് തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ബുക്ക്. ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ. എന്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഇത് നല്ല ക്വാളിറ്റി ഉള്ള പേജസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുക്സിലേ ഉള്ളൂ. ഇത് മൊത്തം ഞാൻ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. തീരെ കഷ്ടപ്പാടില്ലാതെ. ഇത് ഞാൻ വേറെ മെത്തേഡ് കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഈ പർപ്പിൾ മാത്രമായിട്ട് നല്ല കഷ്ടപ്പാടുണ്ട്. ഇത് കുറേ സമയമുണ്ട്. ഇതിന് ഒരു A4 മൊത്തം വേണം. പക്ഷെ ഞാൻ ഒരു A4 മൊത്തം എടുത്തിട്ടില്ല. ചെറുത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ A4 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് വേറെ, അത് കാണിച്ചാൽ ഇതിന് ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, അങ്ങനെ ഉണ്ടാക്കിയത്. ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേജസ് ഇങ്ങനെ ആവൂല. കണ്ടോ, ഇതിൻ്റെ പേജസ് ഇങ്ങനെ ആവത്തില്ല. നല്ല രീതിയിൽ നിൽക്കും. പേജ് നല്ല കട്ടിയായിട്ട് നിൽക്കും. ഇതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് ജോൺ ഉണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് തീരെ ക്വാളിറ്റി ഇല്ലാത്തതാണ് കേട്ടോ. അത് പേജസ് വേഗം പോരും. ഈ ഒരു സിമ്പിൾ മെത്തേഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇത് കുടുങ്ങി കിടക്കുക. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി ബാക്ക് ടു വീഡിയോ ചെയ്യാതൊക്കെ ഞങ്ങൾ എടുത്തു വെക്കട്ടെ. അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചു. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ടേബിളാണ്. ഇതാണ് ഗൈസ് എൻ്റെ ടേബിൾ ഖുർആൻ കുർസിയാണ് ഇത്. പിന്നെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്മോൾ ഓർഗനൈസറാണ്. ഐ വിൽ ഷോ യു മൈ വെൽബിറ്റ്സ്. ഈ extremely ugly, like a scary ugly swan, and this is my like this is my art ticket എന്ന് പറയാൻ പറ്റില്ല. ആർട്ടിൻ്റെ ഓരോ സാധനമൊക്കെ സ്റ്റോർ ചെയ്തു. അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റൂല, എന്തെങ്കിലുമൊക്കെ പറയാം. സോ ഗൈസ്, ദിസ് ഇസ് അവർ ബുക്ക് ഷെൽഫ്. വി സ്റ്റോർ അവർ ബുക്സ്. ഇവിടെ ഞങ്ങൾ ബുക്സ് വയ്ക്കുക. ഇതൊന്നുമില്ല. ഇതൊരു സാധാ ബോർഡ്, അങ്ങനെ എഴുതി പഠിക്കാനുള്ളൊരു ബോർഡ്. ഇത് പിന്നെ അലങ്കാരമായി കിടക്കുന്ന ഒരു ബെഡാണ്. നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോവാം. ഇത് ഡൈനിങ് ഹാൾ. ഇത് മൈ സിസ്റ്ററാണ് കേട്ടോ, കേട്ടി തൈഷ. നമ്മൾ ഫിഷ് എങ്ങനെയുണ്ട്? അതിൻ്റെ ഉള്ള ഒരു ട്രാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വച്ചാൽ കാട്ടിയെടുക്കും. ഓക്കെ, നെക്സ്റ്റ് റൂം. ലൈറ്റ് ഓൺ, ഫാൻ ഓൺ. ക്യാമറാമാൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാനായിട്ടുള്ള കാരണം
ഒരാളായ സ്ഥിതിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഗൈസ് ഷെൽഫ്. ഇതാണ്. അത്ര കുറേ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ബാൽക്കണി വ്യൂ ആണ്. ഇതാണ് ഗൈസ് ബാൽക്കണി വ്യൂ. അത് നൈറ്റിൽ തന്നെ നല്ല വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. രാത്രി ഇവിടുന്ന് കുറേ കാർസൊക്കെ പോകുന്ന സമയത്ത് പാരീസിൽ ഇങ്ങനെ നിൽക്കുന്നൊരു ഫീലാണ് ഉണ്ടാവുക. ബാൽക്കണിയിൽ നിന്ന് വന്നു. ഈ ബാൽക്കണി എനിക്കത്ര ഇഷ്ടമൊന്നും ഇല്ല. ഇഷ്ടപ്രകാരം എനിക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളെ റൂം തന്നെയാണ്. കർട്ടൻ വെച്ച് ക്ലോസ് ചെയ്തു. ഇത് പിന്നെ സുഖമായിട്ട് കിടക്കാനുള്ള ചെയർ അല്ല, സുഖമായിട്ട് കിടക്കാനുള്ള നല്ല സുഖമായിട്ട് കിടക്കാനുള്ള ചെയർ. ഞാൻ നമ്മൾ നെക്സ്റ്റ് കിച്ചൺ കാണിക്കാൻ വേണ്ടി ഇതാണ് ഗൈസ് ഡൈനിങ് ഹാള്. എന്താ ഓക്കെ, എന്തൊക്കെയോ അടുപ്പിൽ വെച്ച് പോയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ കിച്ചൺ. കിച്ചണിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വരുന്നത്. കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതൊന്നുമില്ല. എന്തായാലും തിരിച്ച് നമ്മളെ റൂമിലേക്ക് തന്നെ പോവാണ്. പിന്നെ ഹാപ്പി. അപ്പോൾ ഈ വീഡിയോക്ക് നല്ല കമൻസും ലൈക്സും സബ്സ്ക്രൈബൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ വീഡിയോ നല്ലൊരു ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എൻ്റെ കുറച്ച് കളക്ഷൻ ആണ്. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റിക്കർ കളക്ഷൻ. സ്റ്റിക്കർ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കളക്ഷൻസാണ്. ഇനിയും ഉണ്ട് കേട്ടോ കളക്ഷൻസ്. എനിക്ക് ആളുകൾക്ക് അയച്ചെടുക്കും. ഇതെൻ്റെ ഇങ്ങനെ കുറേ കളക്ഷൻസ്. ഇത് കുറച്ച് സ്റ്റിക്കേഴ്സ് കളക്ഷൻസ്. ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഇതിൽ തന്നെയാണ് കേട്ടോ. കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് ഒക്കെ ഇതിൻ്റെ അകത്താണ് കേട്ടോ. ബീഡ്സ് കളക്ഷൻസ് ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഇതിങ്ങനെ പൂട്ടി വെച്ചു. പൂട്ടി വെച്ചിരിക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ പറയണത് നല്ല ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വീഡിയോയിലൊന്നും ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ടാണ്. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ എൻ്റെ ഫാൻസ് ആവാന്നൊക്കെ. അപ്പോൾ എനിക്കെല്ലാവരും നിങ്ങളെ നല്ല ഇഷ്ടമാണ്. എനിക്കെല്ലാവരും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു അടിപൊളി ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. ട്രാൻസിഷൻ വീഡിയോ ആണ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ക്യാമറാമാനൊന്ന് വിളിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ക്യാമറാമാനെ വിളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വെരി താങ്ക്സ്. ഞാൻ എൻ്റെ വീഡിയോ
ചെയ്യുക. എല്ലാവരും ഫേമസ് ആക്കുമെന്ന് വിചാരിക്കും. നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോ അല്ലെങ്കിൽ ഹാങ് ഔട്ട് വീഡിയോ, ട്രാൻസാക്ഷൻ വീഡിയോ എല്ലാം